ഫസ്റ്റായി രണ്ടായി മടക്കുക. അത് കഴിഞ്ഞിട്ട് ക്രോസിംഗ് ഭാഗം ചേർത്ത് ഈ ക്ലോസിംഗ് ഭാഗം പിടിച്ചിട്ട് ക്രോസ് ആയിട്ട് തിരിക്കണം. അമ്പർല ഒക്കെ വെട്ടുന്നതിന് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അല്ലേ ടീച്ചറെ? അപ്പോൾ അത് പിന്നെ ഇതിലെന്താ പ്രത്യേകത പറയുന്നത്, എല്ലാ മെഷർമെൻറ്റും എല്ലാ അളവുകളും നമ്മൾ 2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് ഒരു 10 ഇഞ്ച് വരെ കൂടുതൽ എടുത്തിട്ട് നമ്മൾ കെട്ടാറ് ചെയ്യാറ്. പക്ഷേ ഈ അമ്പർല മാത്രം 2 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വരെ കുറവെടുത്താൽ മതി. പോലെ ഈ അമ്പറിലേക്ക് വെട്ടുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാൻ പാടില്ല. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു വി ഷേപ്പിൽ വരും. കണ്ടില്ലേ, വി ഷേപ്പ് വരും. അത് ചില ഉടുപ്പുകളൊക്കെ തയ്ക്കാനായിട്ട് നല്ലതാവും. അപ്പോൾ നമ്മളിത് ഒരു ലേശം 1 ഇഞ്ചൊക്കെ ചെരിച്ച് വെട്ടണം. അതൊന്ന് വെട്ടി ടീച്ചറെ. ഇപ്പം നിർത്തി നോക്കിയേ, കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെയാണ് വെട്ടേണ്ടത്. പിന്നെ ഈ അമ്പർല നമ്മളിപ്പോൾ ചുരിദാറിന് വെട്ടുമ്പോഴും മറ്റേ പാവാടകൾക്കൊക്കെ ആകുമ്പോൾ എന്താ ശ്രദ്ധിക്കുക, വീതി കൂടിയ തുണിയാണ് വേണ്ടത് അല്ലേ? വീതി തുണി കൂടിയ തുണി കിട്ടണം. അതുമാതിരി അതായിരിക്കും നമുക്ക് ഇറക്കായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ജോയിൻ്റ് ചെയ്യേണ്ടി വരും. ഇനി ആ വെട്ടിയത് കണ്ടിട്ട് നമ്മൾ കണ്ട ഒരു ലേശം ചെരിച്ചിട്ടാണ് വെട്ടിയത്. അടിഭാഗത്തത് സാധാരണ ഇൻ്റർലോക്കാണ് ചെയ്യേണ്ടത്. ഇൻ്റർലോക്കിന് പകരം നമ്മൾ ഭംഗിയായിട്ട് തയ്ക്കേണ്ട ഒരു വിദ്യ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ചുരിദാറുകളാണെങ്കിൽ ഇപ്പോൾ അമ്പർല പകുതി വരയ്ക്കുക, ചെസ്റ്റിൻ്റെ താഴെയൊക്കെ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യും അല്ലേ ടീച്ചറെ? എന്നിട്ട് ഇത് ജോയിൻ്റ് ചെയ്താൽ പോരെ? അത് കാണിക്കാം. ഓക്കെ, തയ്ക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.